നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലൊരു നേട്ടമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകമാനം വലിയൊരു തിരിച്ചുവരവ് ഇന്ത്യ സഖ്യം നടത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ പല പിടലപ്പിണക്കങ്ങളാണ് അണികൾക്കുള്ളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഏറ്റവും ഒടുവിലായി കേൾക്കുന്ന ഒരു വിഷയം കെ സുധാകരനെതിരെ കൂടോത്രം വെച്ച സംഭവം. അതാര് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതിന് പിന്നിൽ വി ഡി സതീശൻ്റെ ആൾക്കാരാണെന്നുള്ള ആരോപണമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉയർത്തുന്നത്. കാരണം തങ്ങൾക്ക് എന്തായിരുന്നാലും ആ പരിപാടിയില്ലെന്നും CPM അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നുമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് കോൺഗ്രസിനെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തി CPM നേതൃത്വം മാരത്തോൺ ചർച്ചകൾ നടത്തി. എന്നാൽ മുസ്ലിം സമുദായ സംഘടനകൾ വർഗീയമായ വോട്ടെടുപ്പിനെ ഉപയോഗിച്ചതിനെക്കുറിച്ച് CPM സംസാരിക്കുന്നേയില്ല. ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും പോലുള്ള വർഗീയ നിലപാടുകൾക്ക് തിരിഞ്ഞിട്ടും അതിനെ തള്ളിപ്പറയാൻ CPM തയ്യാറാകുന്നില്ല. സഖാക്കൾ UDFന് വോട്ട് ചെയ്തതിനെക്കുറിച്ചും അവർ അവലോകനം നടത്തുന്നില്ല. മറിച്ച് തോൽവിയുടെ എല്ലാ പഴിയും SNDPക്കും മറ്റുള്ള ഹിന്ദു സംഘടനകൾക്കുമാണെന്ന തലതിരിഞ്ഞൊരു വ്യാഖ്യാനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒട്ടും വസ്തുതാപരമായ ഒരു കണ്ടെത്തലല്ല അത്. പരാജയത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമവുമല്ല അവർ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരവും അമിതമായ ന്യൂനപക്ഷ വർഗീയ പ്രീണനവുമാണ് ഈ തിരഞ്ഞെടുപ്പിൽ LDFന്റെ തകർച്ചയ്ക്ക് കാരണമായി കണക്കാക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടി ഹമാസിന്റെ അടക്കമുള്ള നേതാക്കളെ കൊണ്ട് കേരളത്തിലെത്തിച്ച് പ്രസംഗിപ്പിച്ചതും റാലികൾ സംഘടിപ്പിച്ചതിനുമെതിരെ സർക്കാർ ഒരു സമീപനവും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഹമാസ് അനുകൂല പ്രകടനങ്ങൾക്ക് കേരളത്തിൽ വ്യാപകമായ പിന്തുണയാണ് നൽകിപ്പോകുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും പൗരത്വ നിയമ ഭേദഗതിയും ഇസ്രയേൽ ഹമാസ് വിഷയവുമൊക്കെയാണ് ഇവിടെ ചർച്ചാ വിഷയമാക്കിയത്. അതിന്റെ ഫലമായി മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുകയാണെന്നുള്ള നിരന്തരമായ പ്രചാരണത്തെ തുടർന്ന് അവർ ഒറ്റ ബ്ലോക്കായി UDFിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു തെറ്റായ നിലപാട് UDFനെയാണ് സഹായിച്ചത്. CPMലെ സ്വന്തം മുസ്ലിം സഖാക്കൾ പോലും UDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിൽ മനമെടുത്ത ഹിന്ദു സഖാക്കളാകട്ടെ CPMനെ കൈയൊഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിന് പകരമായി ഹിന്ദു സംഘടനകളെയല്ല കുറ്റപ്പെടുത്തേണ്ടതെന്നാണ് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.